അങ്ങയുടെ പല പ്രസംഗങ്ങളിലും നവകേരളം എന്നുള്ളൊരു പ്രയോഗം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ YIP പോലുള്ള പ്രോഗ്രാംസ് എങ്ങനെയാണ് നവകേരളം സൃഷ്ടിക്കുന്നതിൽ സഹായിക്കുന്നത്? ഏതെങ്കിലും ഒരു രംഗത്തിൻ്റെ വികാസം മാത്രമല്ല. ഇപ്പോൾ സാധാരണ വികസനം എന്ന് പറയുമ്പോൾ ചില വ്യവസായങ്ങൾ വരിക, ആ തരത്തിലുള്ളൊരു വികസനം മാത്രമാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്നാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ജനങ്ങളുമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അവയ്ക്കെല്ലാം നല്ല രീതിയിൽ പരിഹാരങ്ങൾ കാണുക എന്നത് ഈ നവകേരളത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമാണ്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട്. ആ വികസിത രാഷ്ട്രങ്ങളിലുള്ള സൗകര്യങ്ങൾ, ജീവിത സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല. എന്നാൽ നമ്മുടെ നാട് വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിനകത്ത് മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ളൊരു നാടാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളോട് പല കാര്യങ്ങളിലും കിടപിടിക്കാവുന്ന അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഭാഗമായാണ് നേരത്തെ കേരള മോഡൽ എന്ന ഒരു വിശേഷണം തന്നെ വന്നിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അതിന് വേണ്ട രീതിയിലുള്ള തുടർച്ചയുണ്ടായില്ല. ഒരിടത്ത് സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ വന്നു. പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളും വികസിപ്പിക്കുക. നമ്മുടെ നാടിൻ്റെ വികസനം എന്നത് ഞങ്ങൾ പലപ്പോഴായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്: സർവതല സ്പർശിയായ വികസനം.